കൈനിക്കര ഓതുമ്പോ അവിടെ മുതൽക്കാണ് സൂഫിയാക്കന്മാരുടെ വഴി തേടി പുറപ്പെടുന്നത്. അതുവരെ അതിന്റെ അറിവുകളൊക്കെ പഠിച്ചു. ഓതുമ്പോൾ തിരൂർ വലിയ ഗേറ്റിങ്ങൾ BK തങ്ങൾ എന്ന് പറയും, അബ്ദുള്ള കോയ തങ്ങൾ എന്ന മഹാൻ കൈനിക്കരയിലെ ദർസിൽ വന്നു. വെറുതാണ്ട് വന്നതല്ല, ഇലാഹിയായ കൽപ്പന ഉണ്ടാവും അവർ, അല്ലാതെ വരാൻ കഴിയില്ല. നമുക്കത് പറയുമ്പോൾ മനസ്സിലാവും. അങ്ങനെ വന്നിട്ട് ഉസ്താദിന്റെ സമ്മതപ്രകാരം ഈ കുഞ്ഞിനൊന്ന് ആലുവായി പാപ്പാന്റെ അടുത്ത് കൊണ്ടോട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ ബഹുമാനപ്പെട്ട അബ്ദുള്ള കോയ തങ്ങൾ പാപ്പാന്റെ ഇജാസത്തുകൾ വൈലത്തൂർ പാപ്പാക്കുണ്ട്. ആ പേര് വൈലത്തൂർ പാപ്പാന്റെ കൈകൊണ്ട് അബ്ദുള്ള കോയ തങ്ങൾ എന്ന് ഒരാളുടെ കയ്യിൽ എഴുതിയാൽ അയാളുടെ ശരീരത്തിൽ പിശാചുണ്ടെങ്കിൽ ബോധം കെട്ട് വീടും. പാപ്പന്റെ കൈകൊണ്ട് എഴുതണം, അബ്ദുള്ള കോയ തങ്ങൾ എന്ന് എഴുതിയാൽ മതി, എന്നാ ബോധം കിട്ടൂ. പേര് വൈലത്തൂർ പാപ്പാന്റെ കൈകൊണ്ട് അബ്ദുള്ള കോയ തങ്ങൾ എന്ന് ഒരാളുടെ കയ്യിൽ എഴുതിയാൽ അയാളുടെ ശരീരത്തിൽ പിശാചുണ്ടെങ്കിൽ ബോധം കെട്ട് വീടും. പാപ്പന്റെ കൈകൊണ്ട് എഴുതണം, അബ്ദുള്ള കോയ തങ്ങൾ എന്ന് എഴുതിയാൽ മതി, എന്നാ ബോധം കിട്ടൂ. വൈലത്തൂർ പാപ്പാന്റെ കൈകൊണ്ട് അബ്ദുള്ള കോയ തങ്ങൾ എന്ന് ഒരാളുടെ കയ്യിൽ എഴുതിയാൽ അയാളുടെ ശരീരത്തിൽ പിശാചുണ്ടെങ്കിൽ ബോധം കെട്ട് വീടും. പാപ്പന്റെ കൈകൊണ്ട് എഴുതണം, അബ്ദുള്ള കോയ തങ്ങൾ എന്ന് എഴുതിയാൽ മതി, എന്നാ ബോധം കിട്ടൂ. പിശാച് ശരീരത്തിലുണ്ടെങ്കിൽ ഇളകി പോകും. അത് ഈ സയ്യിദിന്റെ ബന്ധമായിരുന്നു. ബഹുമാനപ്പെട്ടവർ ആലുവായിന്റെ അടുത്ത് കൊണ്ടുപോകും. ആലുവായിന്റെ അടുത്തെത്തി ബഹുമാനപ്പെട്ട ആലുവായി പാപ്പ കുറെ വൈലത്തൂർ പാപ്പനോട് സംസാരിച്ചു. ആകത്തുക ഇന്ന 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 വിശേഷണമുള്ള ഒരു ഷെയ്ഖിനെ നീ കണ്ടെത്തും, കണ്ടാൽ വിടരുത്, അവര് പിടിക്കണം, അവര് പിന്നെ വിട്ടുപോകരുത് എന്നായിരുന്നു ആലുവായി പാപ്പയുടെ ഉപദേശം. തിരിച്ചു പോന്നു. ബഹുമാനപ്പെട്ടവർ അന്ന് വിശേഷിപ്പിച്ച ആള് ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം CM വലിയുല്ലാഹി ആയിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അവസാനം കൊണ്ടെത്തിച്ചത് ചിറ്റരിമേത്തൽ അബൂബക്കർ ബാക്കയുടെ അടുത്ത് തന്നെ. ഇവിടെ പറഞ്ഞ കാര്യം ആ ഒരു എഴുത്തിലൂടെ ശൈത്താൻ ശരീരത്തിലുണ്ടെങ്കിൽ അപ്പ ബോധം കെട്ട് വീഴുന്ന പറഞ്ഞത്. ഇത് കേട്ടപ്പോ ഒരു കൗതുകം തോന്നിയത്, ഈ പറയപ്പെട്ട ആളുകളെല്ലാം മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പിശാച് ബാധ ഏറ്റു, സിഹിറുകാരൻ, ഒരു സാഹിർ ചെയ്ത പ്രവർത്തനത്തിന്റെ മന്ത്രവാദത്തിന്റെ ഫലമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചെയ്യാത്തത് ചെയ്തു എന്നും ചെയ്തത് ചെയ്തില്ല എന്നും തോന്നുന്ന വിധത്തില് മാസങ്ങളുടെ അല്ലെങ്കിൽ കൂടുതൽ ദിവസങ്ങളുടെ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അത് കഠിനമായിരുന്നു എന്നൊക്കെ രേഖപ്പെടുത്തി വെച്ച ആളുണ്ട്. ഇവിടെ ഒരു മനുഷ്യൻ ഒരു പേര് എഴുതുമ്പോഴേക്കിനും ശൈത്താന് മറിഞ്ഞു വീഴുകയാണ്. എന്നാൽ പരിശുദ്ധ ഖുർആൻ ഹാഫിളായ, പരിശുദ്ധ ഖുർആൻ ആരിലൂടെ ഈ ലോകത്തിന് ലഭിച്ചത്, അതുപോലെ തന്നെ മറ്റു ബോധനങ്ങളെല്ലാം ദിവ്യബോധനമായിക്കൊണ്ട് വഹിയായിക്കൊണ്ട് ലഭിച്ച ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ നിരന്തരം അടുത്തു വന്നുകൊണ്ടിരുന്ന പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശൈത്താന്റെ പിശാചിന്റെ ബാധയേറ്റിരുന്നു എന്ന് പറയുന്ന ആളുകളാണ് പറയുന്നത് ഏതോ ഒരു കോയ വേറെ കയ്യില് എന്തോ എഴുതിയാല് പിശാച് തലകുത്തി മറിയും എന്നുള്ളത്. ഇതുപോലെയുള്ള കാര്യങ്ങള് കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇത് സംബന്ധമായിക്കൊണ്ട് കൂടുതൽ പറഞ്ഞു പോകുന്നൊന്നുമില്ല. ആ പറഞ്ഞതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അയാളുടെ ആ ഒരു മുക്കലും പറയലും ഒക്കെ. ആ എഴുതി വെച്ചിട്ടുള്ള പറയലും സ്ക്രിപ്റ്റാണ്, സ്ക്രിപ്റ്റ് എഴുതേണ്ട പോലെ എഴുതണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. സ്ക്രിപ്റ്റ് എഴുതണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അങ്ങോട്ട് അയച്ചു തരാം എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ചെറിയൊരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗം ഇതിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആ മഹാന്മാരൊന്നും അവർ നെഞ്ചിലേറ്റിയ മഹാൻ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് അവിടെ മദീനയുടെ തെരുവോരങ്ങളിൽ കൂടി ഒരു കാര്യം ചെയ്തിട്ടില്ല, ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് തോന്നുക. അങ്ങനെയെന്നല്ല റസൂലുള്ളാഹിക്ക്. ഇപ്പൊ ഞാൻ എന്നോട് ഇങ്ങോട്ട് തലശ്ശേരിക്ക് വരാൻ പറഞ്ഞു. കുറെ കഴിഞ്ഞതിന് ശേഷം എന്റെ വീട്ടിൽ നിന്ന് ചോദിച്ചു, അല്ല തലശ്ശേരിക്ക് പോകണ്ടേ? അപ്പൊ എനിക്ക് തോന്നി ഞാൻ പോയി വന്നല്ലോ എന്ന് തോന്നുക. ഇതായിരുന്നു റസൂലുള്ളാഹിക്ക് ബാധിച്ചത്. അതിനല്ലേ അന്തം കമ്മി എന്ന് പറയുക, അല്ലെ? ഭാഷാപരമായിട്ട് ഞാൻ ഇത് ആവർത്തിച്ച് ചെയ്താലോ നിങ്ങൾ പറയില്ലേ, നമ്മൾ അബൂബക്കർ സാഹിബിന് അരബിയിൽ ലൂസായിട്ടുണ്ട് എന്ന് പറയില്ലേ? ചെയ്യാത്ത കാര്യം ചെയ്തു എന്ന് തോന്നുക. ഇപ്പൊ എന്നോട് ഉത്തരം പറയാൻ പറഞ്ഞു, എനിക്ക് അവിടെ ഉത്തരം തന്നെ തോന്നുക, ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുക.
അഷ്റഫുൽ ഖൽഖ് ആരാ? അല്ലാഹുവിന്റെ റസൂലാരാ? ഹബീബായ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി ലോകത്തിന്റെ മുമ്പിൽ പരിഹാസ്യ കഥാമാത്രമായും കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്യാത്ത കാര്യം ചെയ്തു, ഭാര്യമാരുടെ അടുത്തേക്ക് പോകാതെ പോയി എന്ന് തോന്നുക. ഇത്തരം അവസ്ഥയിൽ അള്ളാന്റെ റസൂലിനെ ആക്ഷേപിക്കുന്നത് നിർത്തണ്ടേ? നമ്മൾ റസൂലുള്ളാഹിനെ പ്രതിരോധിക്കണ്ടേ? അള്ളാന്റെ റസൂലിനെതിരിൽ ഈ പറയുന്നതിനെ സൽമാൻ റുഷ്ദി റസൂലിനെ മോശമാക്കിയപ്പോൾ നമുക്ക് രക്തം തിളച്ചു, അല്ലേ? തസ്ലീമ നസ്രീൻ ലജ്ജയുടെ കർത്താവ് ബംഗ്ലാദേശി എഴുത്തുകാർ റസൂലുള്ളാഹിനെ മോശമാക്കിയപ്പോൾ നമുക്ക് രക്തം തിളച്ചു. പോട്ടെ, ഡെൻമാർക്കിലെ കാർട്ടൂണിസ്റ്റോ അപ്പോഴും തിളച്ചു. ഇപ്പൊ അവസാനം ന്യൂമാൻ കോളേജിലെ നമ്മുടെ ജോസഫ് മോശമാക്കിയപ്പോൾ എല്ലാവർക്കും രക്തം തിളച്ചു. എന്നാൽ അള്ളാന്റെ റസൂലിനെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് 6 മാസം ഖുർആനോദി ലോകത്തിനെ ഹിദായത്തിലേക്ക് കൊണ്ടെന്റെ റസൂൽ 6 മാസം അന്തമില്ലാതെ നടക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? യാ ഖാതമൻ നുബായി ഇന്നക മുർസലു ബിൽ ഖൈരി കുല്ലു ഹുദസ്സബീലി ഹുദാക ഇന്നൽ ഇലാഹ ബനാ അലൈക മഹബ്ബതൻ ഫീ ഖൽഖിഹി വ മുഹമ്മദൻ സമ്മാക. യാ ഖാതമൻ നുബായി, അമ്പിയാക്കന്മാരിൽ നിന്ന് അവസാനം വന്ന നബിയെ, താങ്കൾ മുർസലാണ്, താങ്കളുടെ മാർഗമാണ്, ഹുദയുടെ മാർഗമാണ് ഏറ്റവും നല്ല മാർഗം. ഇന്നൽ ഇലാഹ ബനാ അലൈക മഹബ്ബതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മഹബ്ബത്തിനെ, സ്നേഹത്തിനെ ഇട്ടു തന്നിരിക്കുന്നു. ഫീ ഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടിയുടെ മനസ്സിൽ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്നേഹല്ലേ? സ്നേഹല്ല ആൾക്കാർ ഇങ്ങനെ പറയുക, എന്റെ നബി ആരാ? അദ്ദേഹത്തിന് 6 മാസം അന്തല്ലാതെ നടക്കുകയായിരുന്നു. ഇതാണോ അള്ളാന്റെ റസൂലുള്ള മഹബത്ത്? ആണോ? ഇതാ ചിന്തിക്കേണ്ടത്. ഇനി നമുക്ക് ആ കാര്യം ഹദീസ് നോക്കുക. ഇപ്പോ നമ്മുടെ ഇവര് തന്നെ അംഗീകരിക്കുന്ന ചോദ്യകർത്താവിനെ പോലെയുള്ള സഹോദരന്മാർ, സുഹൃത്തുക്കൾ അംഗീകരിക്കുന്ന ഒരു പണ്ഡിതനാണല്ലോ ബഹുമാന്യനായ കെ സക്കരിയ സലാഹി എന്ന് പറഞ്ഞ ഇപ്പൊ ആദർശത്തിൽ വ്യതിയാനം വന്ന ആ മഹാൻ. അദ്ദേഹത്തിനെ പോലുള്ള ആൾക്കാർ അംഗീകരിക്കേണ്ട ഹദീസ് ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്, അംഗീകരിക്കാതിരിക്കേണ്ട ഹദീസും പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, അവർ ഇറക്കിയ സഹീഹ് മുസ്ലിമിന്റെ പരിഭാഷ, ആ പരിഭാഷയിൽ പറഞ്ഞൊരു കാര്യം ഞങ്ങൾക്ക് വായിച്ചു കേൾപ്പിച്ചു തരാണ്. അദ്ദേഹം എന്താ പറഞ്ഞു നിങ്ങൾക്കറിയോ? പിന്നെ ഓർമ്മപ്പെശക് വന്ന ആൾക്കാർ, വാർദ്ധക്യം മൂലം ഓർമ്മപ്പെശക് വന്ന ആൾക്കാർ, കണ്ടോ ഇതെന്താ? ഇത് സഹീഹ് മുസ്ലിം ബഹുമാന്യനായ കെ സക്കരിയ സലാഹി, അബൂബക്കർ സലഫി പോലത്തെ ആൾക്കാർ പരിഭാഷപ്പെടുത്തിയ സഹീഹ് മുസ്ലിമിന്റെ മുഖദ്ദിമയാണ്, ആമുഖം. അതിൽ അദ്ദേഹം പറഞ്ഞോ, വാർദ്ധക്യ കാരണങ്ങളാൽ, വാർദ്ധക്യത്താൽ വാക്കിന് സ്ഥിരതയില്ലാത്തവർ റിപ്പോർട്ട് ചെയ്ത ഹദീസു നിരാകരിച്ചു പണ്ഡിതന്മാർ എന്നാ. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, ആരാപ്പതിയിൽ ഓർമ്മപ്പെശക് വന്ന ആള്? പറഞ്ഞുതരാ. ഹിശാം ഇബ്നു ഉർവ. ഈ ഹിശാം ഇബ്നു ഉർവ മുജാഹിദുകൾ പഠിക്കേണ്ടതാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മൂത്തച്ഛനാണ്, ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ ഭർത്താവാണ് സുബൈർ ഇബ്നു അവ്വാം. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട മഹാനാണ്. ആ മഹാന്റെ മകനാണ് ഉർവ. ആ ഉർവയുടെ മകനായി റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം 51 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ജനിച്ച പണ്ഡിതനും മഹാനുമാണ് ഈ ഹിശാമിന്റെ അവസ്ഥ എന്തായിരുന്നു? അദ്ദേഹം മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നല്ലപ്പങ്കാലം എന്ന് പറയില്ലേ, നല്ല മഹാനായിരുന്നു. ഒരുപാട് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ബാക്കി ഞാനല്ല പറയുന്നത്. പക്ഷേ ഹിശാം ഇബ്നു ഉർവ യാഖൂബ് ഇബ്നു ഷൈബ വലിയ മുഹദ്ദിസാണ്. യാഖൂബ് ഇബ്നു ഷൈബ അദ്ദേഹം പറയാണ്, ഈ ഹിശാം അദ്ദേഹം വിശ്വസ്തനായിരുന്നു, നല്ല ആളായിരുന്നു. പക്ഷേ ഇല്ലാ ബഅദമാ സാറ ഇലൽ ഇറാഖി, അദ്ദേഹം ഇറാഖിൽ പോയതിന് ശേഷം ഇംബസത ഫിർ റിവായത്തി, ഓരോ റിപ്പോർട്ടുകൾ ഇങ്ങനെ പരത്തി പറയൽ തുടങ്ങി. അൻ അബീഹി, അദ്ദേഹത്തിന്റെ വാപ്പയിൽ നിന്ന്. അദ്ദേഹത്തിന്റെ ഹദീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഹിശാം ഇബ്നു ഉർവ അൻ അബീഹി അൻ ആയിഷ. അദ്ദേഹത്തിന് ഇറാഖിൽ പോയി. ആദ്യം മദീനക്കാരനായിരുന്നു. വയസ്സും പ്രായവും ആയ കാലഘട്ടത്തിൽ അദ്ദേഹം ഇറാഖിൽ പോയി. അവിടെ എത്തിയപ്പോ അദ്ദേഹത്തിന് ഓർമ്മപ്പെശകുകൾ വരാൻ തുടങ്ങി. 80 ചില്ലാനും കൊല്ലം അദ്ദേഹം ജീവിച്ചത്. 146 അദ്ദേഹം വഫാത്താകുന്നത്. ഹിജ്റ 146 അദ്ദേഹം വഫാത്താകുന്നത്. ഇതിന്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് ഓർമ്മപ്പെശക് വന്നു. ഇറാഖിൽ നിന്നാണ് അദ്ദേഹം ഈ സംഭവം പറഞ്ഞത്. ഏത് സംഭവം? അള്ളാന്റെ റസൂൽ 6 മാസം സിഹിർ കൂടോത്രം ബാധിച്ച് നടക്കുകയായിരുന്നു ഇറാഖ് പോയതിനു ശേഷം. അപ്പോഴേക്ക് അദ്ദേഹത്തിന് വയസ്സും പ്രായമായിരുന്നു. നോക്കൂ നിങ്ങൾ, യാഖൂബ് ഇബ്നു ഷൈബയെ പോലുള്ള മഹാന്മാർ പറയാ, ഇല്ലാ ബഅദമാ സാറ ഫിൽ ഇലൽ ഇറാഖി, ഇറാഖ് പോയതിന്റെ ശേഷം ഫഇന്നഹു ഇംബസത ഫിർ റിവായത്തി അൻ അബീഹി, എന്റെ വാപ്പയിൽ നിന്ന് അങ്ങനെ നിരന്തരം പറയൽ തുടങ്ങി. ഫഅൻകറ അലൈഹി അഹ്ലു ബലദിഹി, അപ്പൊ നാട്ടുകാർക്ക് വിയോജിപ്പുണ്ടാവൽ തുടങ്ങി.